ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഹലോ മമ്മി സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി അവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഒരു കോമഡി പടമാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചിട്ട് ഇതിനകത്ത് ഇപ്പം നമുക്ക് കാസ്റ്റിംഗ് തന്നെ കാണുമ്പം കൂടുതലും ഇപ്പം അജു വർഗീസ് അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് അവരുടെ ആ ഒരു കോസ്റ്റ്യൂം ആണെങ്കിലും ആ ഒരു ഡിസൈൻസ്, പോസ്റ്റർ ഡിസൈൻ ഒക്കെ നമ്മളിപ്പോ ഇതിനകത്ത് രണ്ടു മൂന്നെണ്ണം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കണ്ടൊരു കോമഡി മൂവിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ട്രെയിലർ കണ്ടു നോക്കാം. എന്താണ് പ്രശ്നം? കുറച്ചു ദിവസം മെസ്സേജും ഇല്ല, വിളിച്ചിട്ടും എടുക്കുന്നില്ല. ബോണി, ഞാനത് പറഞ്ഞ ബോണിക്ക് മനസ്സിലാവണമെന്നില്ല. ബോണിയുടെ ഒരു കാര്യം പറയാന് അവകാശമുള്ള കാര്യമായിരിക്കും. ആദ്യം അപ്പനെ കൊണ്ടായിരുന്നു. അപ്പൊ അപ്പനൊന്ന് അടങ്ങിയപ്പോ മോൻ കയറി ഞാൻ തന്നെ ഉണ്ടാക്കി. ഒരു തോമസ്, നീ അവന് വേണ്ടി പറ്റിയൊരു ആലോചന കൊണ്ടുപോകാം. തൊമ്മ നിർബന്ധിച്ചിട്ടേ ബോണി ഒരു പെങ്കച്ചിനെ പോയി കണ്ടായിരുന്നു. ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച് സോൾവ് ആവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തുറന്ന് പറയും സ്റ്റെപ്പി, തുറന്ന് പറഞ്ഞ തീരാത്ത എന്ത് പ്രശ്നങ്ങൾ ഞാനാണെങ്കിൽ മമ്മിക്ക് ബോണി ഇഷ്ടമല്ല. മമ്മിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മമ്മയെ എടുത്ത് സംസാരിച്ച് ശരിയാക്കും. മമ്മിക്കെന്ന് പറയുമ്പോൾ ബോണിക്ക് വിശ്വാസമായ മുത്താണ്. അത് അത്ഭുതമാണ്. ഇനി ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഇതെന്താ സംഭവം? ഹലോ മമ്മി. ഇതൊരു കോമഡി ഹൊറർ കാറ്റഗറി പെടുന്നതാണ്. നമ്മുടെ ഇപ്പൊ ഹിന്ദിയിൽ നമ്മളിപ്പോ സ്ത്രീ സെക്കൻഡ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇത് കുറെ നാളുകൊണ്ട് മിസ് ചെയ്യുന്നൊരു സംഭവമാണ്. മലയാളത്തിൽ എനിക്കൊന്ന് പണ്ട് വിനയൻ, ആകാശഗംഗ അതിനകത്തൊക്കെ കോമഡി ഹൊറർ ആണ് കൊണ്ടുവന്നത്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് പടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്ന് ഇപ്പൊ കുറെ നാളുകൊണ്ട് മലയാളത്തിൽ, തമിഴിലും ഒന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. കാഞ്ചന ഫസ്റ്റൊക്കെ കോമഡി ഹൊറർ കാറ്റഗറി വന്നായിരുന്നു. പിന്നെ അതിനുശേഷം ഒന്ന് രണ്ട് പടങ്ങൾ വന്നിട്ടുണ്ട് തമിഴ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഒരു കോമഡി ഹൊറർ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇതിനൊരു സ്കോപ്പ് ഉണ്ട്. ഈ ഒരു സിനിമയ്ക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നൊരു ഇപ്പം കണ്ടുപഴകിയ കഥയാണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ അത്യാവശ്യം നല്ല കോമഡി ഉണ്ടെങ്കിൽ ഈ പടം ഉറപ്പായിട്ട് വിജയിക്കും. ഇപ്പൊ ഇതിനകത്ത് ട്രെയിലർ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ട്രെയിലർ കാണാനിരിക്കുന്നതിന് മുമ്പ് നമ്മള് സത്യം പറഞ്ഞാൽ കോമഡി അതുപോലെ തന്നെ ഫാമിലി ഒരു ഫാമിലി കോമഡി ഇതിന്റെ പകുതി മുതൽ, ഈ ഒരു ട്രെയിലറിന്റെ പകുതി മുതൽ മമ്മീന്ന് വിളിക്കുന്നത് മുതലാണ് ഈ ഒരു ഇങ്ങനൊരു സംഭവം ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കിയത്. അത് നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു ട്രെയിലറിനകത്ത് കാണിച്ചേക്കുന്നത്. അത്യാവശ്യം ട്രെയിലറിനകത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഫൺ ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടി ഒരുപാട് മുകളിൽ നമുക്ക് ഈ ഒരു ട്രെയിലറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല വിജയമാകട്ടെ. എന്ന് വെച്ചാൽ ഈ ഒരു ഞങ്ങളും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു ഹൊറർ കോമഡി കാറ്റഗറി. അപ്പം വലിയ വിജയമാകട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.